ഹായ് ബഡീസ്. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയ ഒരു കാലഘട്ടത്തിലാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സമുദ്രങ്ങളിലേക്ക് നമ്മൾ റോബോട്ടുകളെ അയക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞുമലകൾ നിരീക്ഷിക്കുന്നു. കാടുകളുടെ ഓരോ ഭാഗവും സാറ്റലൈറ്റ് ഇമാജിനറി ഉപയോഗിച്ച് പഠിക്കുന്നു. എന്നിട്ടും ഒരു ചോദ്യം ഇന്നും പലരെയും കൗതുകപ്പെടുത്തുന്നു. നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത വലിയ ജീവികൾ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ? മഞ്ഞു മൂടിയ ഹിമാലയത്തിൽ മനുഷ്യനെ പോലെ ഒരു ജീവി, വടക്കേ അമേരിക്കൻ കാടുകളിൽ ഒളിച്ചിരിക്കുന്ന ഭീമാകാരമായ മനുഷ്യ സദൃശ്യ ജീവി. സ്കോട്ട്ലൻഡിലെ ഒരു തടാകത്തിൻ്റെ ആഴങ്ങളിൽ നീന്തുന്ന നീണ്ട കഴുത്തുള്ള ഒരു രാക്ഷസൻ. കടലിൻ്റെ അടിത്തട്ടിൽ കപ്പലുകളെ ആക്രമിക്കുന്ന ഭീമൻ കടൽ ജീവി. രാത്രിയിൽ വിചിത്രമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രക്തം കുടിക്കുന്ന ജീവി. ഇവയിൽ ചിലത് നൂറ്റാണ്ടുകളായി മനുഷ്യരുടെ കഥകളിൽ ജീവിക്കുന്നു. പക്ഷേ ചോദ്യം ഇതാണ്: ഇവ വെറും കഥകളാണോ, അതോ മനുഷ്യർ ഇതുവരെ കണ്ടെത്താത്ത ജീവവർഗങ്ങളാണോ? ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഇന്നും നിലനിൽക്കുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്ന 6 ദുരൂഹ ജീവികളെ. ഫസ്റ്റ് വൺ ഈസ് യെത്തി. അറിയാമോ? ഹിമാലയത്തിലെ മഞ്ഞു മനുഷ്യൻ. നമ്മൾ പിക്ചേഴ്സെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പഴയ ബാലരമയിലോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ ദുരൂഹ ജീവി യെത്തി തന്നെ ആയിക്കോട്ടെ. അതായത് യെതി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഹിമാലയത്തിലെ മഞ്ഞുമലകളിലൂടെ നടക്കുന്ന ഒരു വലിയ മനുഷ്യ സദൃശ്യ ജീവിയുടെ ചിത്രമാണ്. ഇതിനൊരു പേരുണ്ട്, യെതി എന്നല്ലാതെ അബോമിനബിൾ സ്നോമാൻ. ഹിമാലയത്തിലെ നേപ്പാൾ, ടിബറ്റ്, ഭൂട്ടാൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രാദേശിക കഥകളുമായി യെതിയുടെ വിശ്വാസം ബന്ധപ്പെട്ടിരിക്കുന്നു. ചില കഥകളിൽ യെതി മനുഷ്യനേക്കാൾ വലുതും ശക്തവുമായ ജീവിയാണ്. ശരീരം മുഴുവൻ രോമം കൊണ്ട് മൂടിയിരിക്കും. മഞ്ഞിൽ വലിയ കാൽപ്പാടുകൾ ഉണ്ടാക്കും. മനുഷ്യരെ ഒഴിവാക്കി മലകളിൽ കഴിയുമെന്നാണ് വിശ്വാസം. അങ്ങനൊരു വിശ്വാസം ആ ഏരിയയിലുണ്ട്. യെതിയെപ്പറ്റിയൊരു കാൽപ്പാടിൻ്റെ കഥയാണ് നിലനിൽക്കുന്നത്. അതായത് ഏറ്റവും പ്രശസ്തമായ തെളിവുകളിലൊന്നാണ് വലിയ കാൽപ്പാടുകളുടെ ഫോട്ടോസ് നമ്മൾ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 1950കളിൽ ഹിമാലയൻ പ്രദേശങ്ങളിൽ എടുത്തതായി പറയപ്പെടുന്ന ഫോട്ടോഗ്രാഫ്സാണ് ഈ ലോക ശ്രദ്ധ നേടിയത്. പക്ഷേ ഇവിടെ ഒരു പ്രാധാന്യമുണ്ട്. കാൽപ്പാടിൻ്റെ ചിത്രം മാത്രം ഒരു പുതിയ ജീവിവർഗത്തിൻ്റെ തെളിവല്ല. ആണോ? അല്ല. മഞ്ഞിൽ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ ഉരുകിയും വ്യാപിച്ചും യഥാർത്ഥ വലുപ്പത്തേക്കാൾ വലുതായി തോന്നാം. ഇതുപോലെ കരടി പോലുള്ള മൃഗങ്ങളുടെ ഫുട് പ്രിൻറ്റ്സ് ചില സാഹചര്യത്തിൽ മനുഷ്യരുടെ കാലടിയോട് സാമ്യമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. DNA പരിശോധന. യെതിയെക്കുറിച്ചുള്ള ചില ബയോളജിക്കൽ സാമ്പിൾസ് പിന്നീട് DNA പരിശോധനയ്ക്ക് കൊടുത്തു. 2017 പ്രസിദ്ധീകരിച്ച ഒരു പഠനം യെതിയുമായി ബന്ധപ്പെട്ടതായി അവകാശപ്പെടുന്ന സാമ്പിൾസ് പരിശോധിച്ചു. അതിൽ ഭൂരിഭാഗം സാമ്പിൾസ് അറിയപ്പെടുന്ന കരടി വർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കണ്ടെത്തിയത്. അതിനാൽ ഇതുവരെ ലഭ്യമായ ശാസ്ത്രീയ തെളിവുകൾ അനുസരിച്ച് യെതി ഒരു അജ്ഞാത വലിയ സദൃശ്യ ജീവിയാണ്. തെളിയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഹിമാലയത്തിൻ്റെ വിശാലമായ പ്രദേശങ്ങളും അതിൻ്റെ ദുഷ്കരമായ പ്രകൃതിയും കാരണം യെതി കഥകൾ ഇന്നും ആൾക്കാരുടെ ഇമാജിനറി ലോകത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള പ്രാദേശിക ആൾക്കാർ, ഭൂട്ടാൻ, നേപ്പാൾ പ്രദേശത്തുള്ളവർ ഈ ഹിമാലയത്തിൽ മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയാത്തടുത്ത് ജീവിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ബിഗ് ഫുട് പ്രിൻ്റ്. അതിൻ്റെ കാടുകളിൽ ഒളിച്ചിരിക്കുന്ന ഭീമനാണോ അടുത്ത ബിഗ് ഫുട് പ്രിൻ്റ്? ഇത് പ്രധാനമായും വടക്കേ അമേരിക്കൻ ഫോൾക്ലോറിൽ പ്രശസ്തമായ ഒരു ക്രിപ്റ്റിഡ് ആണ്. പ്രത്യേകിച്ച് പസഫിക് നോർത്ത് വെസ്റ്റ് പ്രദേശങ്ങളിലെ കാടുകളുമായി ബിഗ് ഫുട് കഥകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ബിഗ് ഫുട്ടിനെ സാധാരണയായി വിവരിക്കുന്നത് മനുഷ്യനെ പോലെ 2 കാലിൽ നടക്കുന്നവൻ, വളരെ ഉയരമുള്ളൊരു ജീവി, ശരീരം മുഴുവൻ രോമം, വലിയ കാലുകൾ. പേഴ്സൺ എന്ന് പറയുന്ന ഗിംലിൻ ഫിലിമിൽ ബിഗ് ഫുട് പ്രിൻ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ എവിഡൻസുകളിലൊന്നാണ്. 1967 ചിത്രീകരിച്ചത് പറയപ്പെടുന്ന പാറ്റർസൺ ഗിംലിൻ ഫിലിം. ഒരു കാട്ടുപ്രദേശത്ത് മനുഷ്യ സാദൃശ്യമായ വലിയൊരു ജീവി നടക്കുന്നതായി അതിൽ കാണാം. ഇത് യഥാർത്ഥ ബിഗ് ഫുട്ട് ആണെന്ന് ചിലർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ
സ്കെപ്റ്റിക്സ് പറയുന്നത് അതൊരു മനുഷ്യൻ ധരിച്ച കോസ്റ്റ്യൂം ആയിരിക്കാമെന്നാണ്. ചർച്ചകൾ എന്നിരുന്നാലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്താണ് DNA വിശകലനം എന്ന് നോക്കാം. ബിഗ് ഫ്രൂട്ടിൻ പേരിൽ ശേഖരിച്ച ഹെയർ സാമ്പിൾസ്, ഫുഡ് പ്രിൻറ്റ്സ്, ബയോളജിക്കൽ മെറ്റീരിയൽസ് എന്നിവയിൽ പലതും പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ബിഗ് ഫുട്ട് എന്നറിയപ്പെടുന്ന അജ്ഞാത വലിയ പ്രിമേറ്റിൻ്റെ DNA കണ്ടെത്താനായിട്ടില്ല. ഇവിടെ ഒരു പ്രധാന ചോദ്യം വരും, അത്ര വലിയ ജീവി ഉണ്ടെങ്കിൽ അതെങ്ങനെ മറഞ്ഞിരിക്കും? ഇത് ബിഗ് ഫുട്ട് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഒരു വലിയ പ്രിമേറ്റ് പോപ്പുലേഷൻ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണം, റീപ്രൊഡക്ഷൻ നടക്കണം, ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം എന്നിവയ്ക്കായി ഒരു പോപ്പുലേഷൻ തന്നെ ആവശ്യമാണ്. അത്തരം ഒരു പോപ്പുലേഷൻ ഇതുവരെ കണ്ടെത്തപ്പെടാത്ത വലിയൊരു പ്രശ്നമാണ്. എങ്കിലും വടക്കേ അമേരിക്കയിലെ വിശാലമായ വനപ്രദേശങ്ങളിൽ ബിഗ് ഫുട്ട് കഥകൾക്ക് ഫെർട്ടൈൽ ഗ്രൗണ്ട് ഇന്ന് നൽകുന്നു എന്നുള്ളതാണ് സത്യം. ലോഞ്ച്നെസ് മോൺസ്റ്റർ ആണ് തേർഡ് വൺ, നിസ്സി. ഇത് നമുക്ക് പോകാം സ്കോട്ട്ലൻഡിലേക്ക്. അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ലോച്ച്നെസ്, ഈ തടാകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ക്രിപ്റ്റിഡാണ് ലോച്ച്നെസ് മോൺസ്റ്റർ നിസ്സി. നിസ്സിയെ സാധാരണയായി നീണ്ട കഴുത്തും വലിയ ശരീരമുള്ള ഒരു അക്വാട്ടിക് ക്രിയേച്ചറായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ലോച്ച്നെസ് മോൺസ്റ്റർ കഥകൾ ആധുനിക കാലത്തേത് മാത്രമല്ല, 6-ാം നൂറ്റാണ്ടുമായി ബന്ധപ്പെടുത്തി ചില കഥകൾ പറയപ്പെടുന്നുണ്ട്. അതായത് സെയിൻറ്റ് കൊളംബ യുമായി ബന്ധപ്പെട്ട ഒരു പഴയ വിവരണത്തിൽ തടാകത്തിലൊരു ഭീകരജീവിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അത് ഇന്നത്തെ നിസ്സി എന്ന ആശയത്തിൻ്റെ കൃത്യമായ തെളിവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1934 ഫേമസ് ഫോട്ടോഗ്രാഫ്, അതായത് നിസ്സി ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫ് 1934 പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അതിൽ വെള്ളത്തിന് മുകളിൽ നീണ്ട കഴുത്തുള്ള ഒരു ജീവിയെ പോലെ തോന്നുന്ന രൂപം കാണാം. വർഷങ്ങളോളം അത് നിസ്സിയുടെ ഏറ്റവും ശക്തമായ ഫോട്ടോഗ്രാഫിക് എവിഡൻസായി പ്രചരിച്ചു. പിന്നീട് ആ ഫോട്ടോഗ്രാഫ് ഒരു ഹോയാക്സ് ആയിരുന്നു എന്ന ആരോപണങ്ങളും വിശദീകരണങ്ങളും പുറത്തു വന്നു. നിസ്സി ഒരു പ്ലെസിയോസർ ആണെന്ന് ചിലർ വിശ്വസിക്കുന്നു. പ്ലെസിയോസേഴ്സ് പ്രീ ഹിസ്റ്റോറിക് മറൈൻ റെപ്റ്റൈൽസ് ആയിരുന്നു. പക്ഷേ പ്രശ്നം ഇതാണ്, പ്ലെസിയോസേഴ്സ് ഏകദേശം 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിൻഷൻ സംഭവിച്ച ജീവികളാണ്. അവയിൽ ഒന്നെങ്കിലും ലോച്ച്നെസ്സിൽ ഇന്നും ജീവിക്കുന്നു എന്നതിന് ശാസ്ത്രീയ തെളിവില്ല. മാത്രമല്ല, ലോച്ച്നെസ്സിൻ്റെ എക്കോസിസ്റ്റത്തിൽ വലിയൊരു ബ്രീഡിംഗ് പോപ്പുലേഷൻ നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റ് എക്കോളജിക്കൽ കണ്ടീഷൻസും സംബന്ധിച്ച ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. DNA ഇൻവെസ്റ്റിഗേഷൻ. ലോച്ച്നെസ്സിൽ എൻവയോൺമെൻറ്റൽ DNA അഥവാ DNA ഉപയോഗിച്ചും ഗവേഷണം നടത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ ജീവികൾ ഉപേക്ഷിക്കുന്ന DNA ട്രേസസ് പരിശോധിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നിസ്സിയുടെ എക്സിസ്റ്റൻസ് സ്ഥിരീകരിക്കുന്ന DNA തെളിവ് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ശാസ്ത്രീയ നിലപാട് നിസ്സി തെളിയിക്കപ്പെട്ട ഒരു അജ്ഞാത ജീവിയല്ല. എങ്കിലും ലോച്ച്നെസ് മോൺസ്റ്റർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്രിപ്റ്റിഡ്സിൽ ഒന്നായി തുടരുന്നത്. ദ ഫോർത്ത് വൺ ഈസ് ക്രാക്കൻ, കടലിലെ ഭീമൻ. ഇനി വരുന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന കഥകളിലൊന്നാണ്, അതായത് ക്രാക്കൻ. പഴയ സ്കാൻഡിനേവിയൻ മാരിടൈം ലെജൻഡ്സിലാണ് ക്രാക്കൻ എന്ന ഹ്യൂമൻ കടൽ ജീവിയുടെ കഥകൾ പ്രധാനമായും കാണുന്നത്. കപ്പലുകളെ ചുറ്റിപ്പിടിക്കുന്ന ഭീമൻ ടെൻറ്റക്കിൾസ്, കടലിൽ നിന്ന് ഉയർന്നു വരുന്ന മോൺസ്റ്റർ, കപ്പലുകൾ കടലിലെ അടിത്തട്ടിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ജീവി. ഇതാണ് ക്രാക്കൻ്റെ പോപ്പുലർ ഇമേജ്. പക്ഷേ ഇവിടെ കഥയ്ക്കൊരു ഇൻട്രസ്റ്റിംഗ് സയൻറ്റിഫിക് കണക്ഷൻ ഉണ്ട്, അതായത് ജയൻറ്റ് സ്ക്വിഡ്. ഇന്ന് നമുക്കറിയാം കടലിൽ യഥാർത്ഥത്തിൽ തന്നെ വലിയ സ്ക്വിഡ്സ് ജീവിക്കുന്നുണ്ട്. ജയൻറ്റ് സ്ക്വിഡ് ആർക്കിടെക്റ്റിസ് എന്ന് പറയുന്ന ഇവയ്ക്ക് വളരെ നീളമുള്ള ടെൻറ്റക്കിൾസ് ഉണ്ട്. അവ ഡീപ്പ് ഓഷ്യനിൽ ജീവിക്കുന്നതിനാൽ മനുഷ്യർക്ക് വളരെ അപൂർവമായാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പഴയ കാലത്ത് ഇത്തരം ജീവികളെക്കുറിച്ചുള്ള സൈറ്റിങ്സ് എക്സ്റ്റാഗറേറ്റഡായി ക്രാക്കൻ കഥകളായി മാറിയതായിരിക്കാം. കൊളോസിയൽ സ്ക്വിഡ്. ഇതിലും അത്ഭുതകരമായ മറ്റൊരു ജീവിയുണ്ട്, കൊളോസിയൽ സ്ക്വിഡ്, മെസോണിക്കോട്ടിസ് ഹാമിൽട്ടോണി. ഇതിലും അത്ഭുതകരമായ ഒരു ജീവിയുണ്ട്, കൊളോസിയൽ സ്ക്വിഡ്. ഇത് ജെയിൻറ്റ് സ്ക്വിഡിൽ നിന്ന് വ്യത്യസ്തമായ സ്പീഷീസാണ്. വലിയ ശരീരവും ശക്തമായ ആംസും ഹുക്സും ഉള്ള ടെൻറ്റിക്കിൾസിൻ്റെ പ്രത്യേകതയാണ്. ഇവ അന്റാർട്ടിക് വാട്ടേഴ്സിൽ ഡീപ്പ് സീയിൽ ജീവിക്കുന്നു.
ഇവിടെ ഒരു പ്രധാന ലെസൺ ഉണ്ട്. ഒരു കാലത്ത് മോൺസ്റ്ററായി കരുതിയിരുന്ന ഒന്നിൻ്റെ പിന്നിൽ യഥാർത്ഥ ജീവി ഉണ്ടായിരുന്നിരിക്കാം. ദാറ്റ്സ് വൈ ഇതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ആർ ബൂമിങ്. അതുകൊണ്ട് സയൻറ്റിഫിക്കലി എവിഡൻസ് ഇല്ലാത്ത ക്രാക്കൻ എന്ന് പറയുന്ന ജീവി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനർത്ഥമില്ല. ദ ഫിഫ്ത്ത് വൺ ഈസ് ചുപ്പാക്കാബ്ര, ആടുകളുടെ രക്തം കുടിക്കുന്ന ജീവി. ഇതൊരു മിത്താണ് എന്നാണ് ഇതുവരെ ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെയില്ല. ഇനി നമുക്ക് പോകാം ലാറ്റിൻ അമേരിക്കയിലേക്ക്. ചുപ്പാക്കാബ്ര. സ്പാനിഷ് ഭാഷയിൽ ചുപ്പാക്കാബ്ര എന്ന പേര് ഏകദേശം ഗോഡ് സ്റ്റക്കർ എന്ന അർത്ഥം നൽകുന്നു. 1990കളിൽ പ്യൂർട്ടോ റിക്കോയിൽ ലൈവ് സ്റ്റോക്കിനെ ആക്രമിക്കുന്ന ഒരു മിസ്റ്റീരിയസ് ക്രിയേച്ചറിനെ കുറിച്ച് റിപ്പോർട്ട്സ് വലിയ രീതിയിൽ പ്രചരിച്ചു. ലൈവ് സ്റ്റോക്ക് മീൻസ് ആടുകളുടെ ശരീരത്തിൽ ചെറിയ പങ്ചർ വൂഡ്സ് കാണപ്പെടുകയും അവയുടെ രക്തം കുടിച്ചുവെന്ന അവകാശവാദങ്ങൾ ഉയരുകയും ചെയ്തു. പിന്നീട് ഈ കഥ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ചുപ്പാക്കാബ്ര എങ്ങനെയാണ്? വിവിധ റിപ്പോർട്ട്സിൽ വ്യത്യസ്തമായ ഡിസ്ക്രിപ്ഷൻസ് ആണുള്ളത്. ചിലർ പറയുന്നത് ചുപ്പാക്കാബ്ര എങ്ങനെയാണ്, വിവിധ റിപ്പോർട്ട്സിൽ വ്യത്യസ്തമായ ഡിസ്ക്രിപ്ഷൻസ് ആണ് അത്. ചിലർ പറയുന്നത് ചെറിയ ഡിനോസേഴ്സ് പോലെയുള്ള രൂപമാണ്, വലിയ കണ്ണുകളാണ്, ഷാർപ്പ് ടീത്താണ്, സ്പൈക്സ് ഉള്ള പുറം ഭാഗം, ഹെയർലെസ് ബോഡി എന്നിങ്ങനെയാണ്. പക്ഷേ മറ്റു ചില സൈറ്റിങ്സിൽ നായയെ പോലെയോ കൊയോട്ടലിക് ആനിമലിനെ പോലെയോ ഉള്ള ജീവികളാണ് ചുപ്പാക്കാബ്ര എന്ന് വിളിച്ചത്. ശാസ്ത്രം പറയുന്നത് പിന്നീട് ചുപ്പാക്കാബ്ര എന്ന് കരുതി കണ്ടെത്തിയ പല കെയർ കേസസിലും പരിശോധിച്ചപ്പോൾ അവ മാംഗെ ബാധിച്ച കൊയോട്ടീസ്, ഡോഗ്സ് അല്ലെങ്കിൽ മറ്റു കാനിഡ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാംഗെ ഉണ്ടാകുമ്പോൾ മൃഗത്തിൻ്റെ രോമം കൊഴിയുകയും ചർമ്മം കട്ടിയാവുകയും ശരീരം അസാധാരണമായി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ചില മോൺസ്റ്റർ സൈറ്റിങ്സ് യഥാർത്ഥത്തിൽ രോഗബാധിതരായ സാധാരണ മൃഗങ്ങളായിരിക്കാം. ചുപ്പാക്കാബ്രയുടെ കഥകൾ ഇന്നും ഇൻ്റർനെറ്റിലും പോപ്പുലർ കൾച്ചറിലും വളരെ ശക്തമാണ്. മോക്ലെ മെമ്പെ ആഫ്രിക്കയിൽ ജീവിച്ചിരിക്കുന്ന ഡിനോസർ. അവസാനത്തെ ക്രിയേച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മോക്ലെ മെമ്പെ സെൻട്രൽ ആഫ്രിക്കയിലെ കോങ്കോ റിവർ ബേസിൻ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു ക്രിപ്റ്റിഡ് കഥയാണിത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ശരീരമുള്ളത്, നീണ്ട കഴുത്തുള്ളത്, നീണ്ട വാലുള്ളത്, വെള്ളത്തിൽ കഴിയുന്നത് എന്നിങ്ങനെ ഇതിനെ വിവരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ചിലർ മൊക്കേലെ മെമ്പയെ ലിവിങ് ഡിനോസർ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സൗരോപോഡ് ഡിനോസേഴ്സിനെ പോലെ ജീവിയാണെന്നാണ് ചിലരുടെയെങ്കിലും സ്പെക്കുലേഷൻ. ബട്ട് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിനോസേഴ്സിൻ്റെ നോൺ ഏവിയൻ വിഭാഗം ഏകദേശം 66 മില്യൺ ഇയേഴ്സ് എഗോ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു. മൊക്കേലെ മെമ്പെ പോലെ വലിയ ഡിനോസർ ഇന്നും ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ ഡിസ്കവറീസ് ഒന്നായിരിക്കും. പക്ഷേ ഇതുവരെ ഒരു വെരിഫൈഡ് ബോഡി, സ്കെലിറ്റൺ, DNA സാമ്പിൾ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാവുന്ന യാതൊരു എവിഡൻസും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് മൊക്കേലെ മെമ്പയെ ലിവിങ് ഡിനോസർ എന്ന് പറയാൻ ശാസ്ത്രീയ അടിസ്ഥാനമില്ല. എന്നാൽ കോങ്കോ ബേസിൻ പോലുള്ള വലിയ പ്രദേശങ്ങളിൽ നിന്നും ഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ്. അതിനാൽ അവിടെ പുതിയ സ്പീഷീസ് കണ്ടെത്തപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഡിനോസർ ഇന്നും ജീവിക്കുന്നു എന്ന എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമിന് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് ആവശ്യമാണ്. അതർ ദാൻ ദാറ്റ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാത്തൊരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിങ്ങനെയുള്ള ജീവികളിൽ വിശ്വസിക്കുന്നത്? ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ്. എന്തുകൊണ്ടാണ് എതി, ബിഗ് ബോട്ട്, നിസി, ക്രാക്കൻ തുടങ്ങിയ കഥകൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും നിലനിൽക്കുന്നത്? ഒന്നാമതായി നമ്മുടെ മസ്തിഷ്കം പാറ്റേൺസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു വട്ടം ശ്രമിച്ചു, 2 വട്ടം പരാജയപ്പെട്ടാലും നമ്മൾ വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വെള്ളത്തിൽ ഒരു വലിയ തിരമാല കണ്ടാൽ, മഞ്ഞിൽ വിചിത്രമായ ഒരു ഫുട് പ്രിൻ്റ് കണ്ടാൽ മനുഷ്യൻ്റെ ബ്രെയിൻ അതിന് ഒരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ ശ്രമിക്കും. രണ്ടാമതായി അൺനോൺ എന്നത് മനുഷ്യനെ ആകർഷിക്കുന്നു. ലോകത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഭൂമിയിൽ എപ്പോഴും അൺഎക്സ്പ്ലോർഡ് എൻവയോൺമെൻറ്റ്സ് ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ഡീപ്പ് ഓഷ്യൻസ്. മൂന്നാമതായി ഫോക്ലോർ. ഒരു തലമുറയിൽ നിന്നും കഥ അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ അതിൽ പുതിയ ഡീറ്റെയിൽസ് ചേർന്നേക്കാം. കാലക്രമേണ ഒരു സാധാരണ സംഭവം തന്നെ ഒരു മോൺസ്റ്റർ സ്റ്റോറിയായി മാറാം. നാലാമതായി മീഡിയ. ബുക്സ്, ടെലിവിഷൻ, മൂവീസ്, സോഷ്യൽ മീഡിയ, യൂട്യൂബ് എന്നിവ ക്രിപ്റ്റിഡ്സിനെ കൂടുതൽ ഫേമസ് ആക്കി എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ നമുക്ക് 6 ജീവികളെ വീണ്ടും ഓർക്കാം.
യതി ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ല. ബിഗ് ഫുഡ് തെളിയിക്കപ്പെട്ടിട്ടില്ല. ലോച്ച്നെസ് വിശ്വസനീയമായ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. ക്രാക്കൻ ലെജൻഡറി മോൺസ്റ്റർ ആണെങ്കിലും ജെയിൻ സ്ക്വിഡ് പോലുള്ള യഥാർത്ഥ ജീവികൾ അതിൻ്റെ കഥകൾക്ക് പ്രചോദനമായിരിക്കാം. ചുപ്പകാബ്ര വലിയ അലഗഡ് സൈറ്റ്സിനും യഥാർത്ഥ രോഗബാധിത മൃഗങ്ങളുമായി വിശദീകരണം ലഭിച്ചിട്ടില്ല. മൊക്കാലമെമ്പെ ലാക് ഡിനോസർ എന്നതിന് തെളിവില്ല. അതിനാൽ ഇന്നത്തെ ശാസ്ത്രീയ അറിവനുസരിച്ച് ഇവയിലൊന്നിനെയും തെളിയിക്കപ്പെട്ട അജ്ഞാത ജീവിയെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് ഈ കഥകളുടെ ഏറ്റവും മനോഹരവുമായ ഭാഗവും. നമ്മുടെ ഭൂമി ഇപ്പോഴും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഓരോ വർഷവും ശാസ്ത്രജ്ഞർ പുതിയ ജീവിവർഗങ്ങളെ കണ്ടെത്തുന്നു. ആഴക്കടലിൽ, മഴക്കാടുകളിൽ, ആമസോൺ കാടുകളിൽ, ഗുഹകളിൽ, മഞ്ഞുമലകളിൽ. അതിനാൽ നമ്മൾ ഇനിയും ഒരു പുതിയ ജീവിവർഗത്തെ ഈ ഭൂമിയിൽ തന്നെ കണ്ടെത്തുമോ എന്നതിന് ഒരു ആൻസർ ഇല്ല. സയൻറ്റിസ്റ്റിനും ഇല്ല, എനിക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല. ഉണ്ടോ? ചോദ്യം. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. കമൻറ്റ് ഇറ്റ്. അടുത്തതായി നമ്മൾ എന്താണ് കണ്ടെത്താൻ പോകുന്നത്? അതാണ് യഥാർത്ഥ മിസ്റ്ററി അല്ലേ? എൻ്റെ വീഡിയോ ഞാൻ കണ്ടെത്തിയിട്ടുള്ള മിത്ത് കഥകൾ, കണ്ടെത്താത്ത ജൈൻറ്റിക് ആയിട്ടുള്ള മത്സ്യകന്യകയെ പോലുള്ള ജയന്തിക്ക് ഇന്ന് നമ്മളിന്നും വിശ്വസിക്കുന്ന, നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഞാൻ കണ്ടെത്തിയ 6 ജീവവർഗങ്ങളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിച്ചത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ഒരു മിസ്റ്ററി സ്റ്റോറിയുമായി എത്തും വരെ താങ്ക് യു.